അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും എത്തിയോ? ക്ലാസ് ആരംഭിക്കട്ടെ. നമ്മൾ നിത്യമായി ഓതുന്ന സൂറത്ത് യാസീന്റെ തഫ്സീറാണ് നടക്കുന്നത്. അവിടെ സാധിക്കുന്നവര് സൂറത്ത് യാസീൻ ഖുർആൻ എടുത്ത് വെച്ച് നോക്കി അതിന്റെ തഫ്സീർ കേൾക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓർമ്മ നിൽക്കാനും പിന്നെ ഓതുമ്പോൾ അതിന്റെ ആശയം മനസ്സിലാക്കി ഓതാൻ സാധിക്കും. ആരംഭിക്കാലോ. 33 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹഖി ബശീറൻ വനദീറാ وداعيا إلى الله بإذنه وسراجا منيرا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون وأزواجه في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين صدق الله العظيم. എല്ലാവരും കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിലും ഒന്ന് ഓതിയ നല്ലതാണ്. രാവിലത്തെ ഉറക്കമൊക്കെ ഒന്ന് പോയി കിട്ടും. കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയോടെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഒരു ഉഷാറുണ്ടോ? ഒന്ന് ഞാൻ ഒന്നുകൂടി ഓതാം. ഒന്ന് ഒപ്പത്തില് കൂട്ടത്തിലൊന്ന് ഓദിക്കും ഇൻഷാ അല്ലാഹ് എല്ലാവരും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون وأزواجه في ظلال على الأرائك متكئون له فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان
إنه لكم عدو مبين. صدق الله العظيم. അപ്പൊ സൂറത്ത് യാസീന്റെ 53-ാമത്തെ ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ വെച്ച് പഠിച്ചത്. സത്യനിഷേധികൾ അവരുടെ ആഖിറത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും ഖബറിൽ നിന്ന് അവർ എണീറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോൾ പറയുന്ന അവരുടെ സംസാരങ്ങളും, മൻ ബഅസന മിൻ മർഖദിന, ഈ ഖബറിൽ നിന്ന് ഞങ്ങൾ ആരാണ് പുറപ്പെടുവിച്ചത്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ഇത് റഹ്മാനായ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്കാണ് നിങ്ങൾ പുറപ്പെടുന്നത് എന്നുള്ള മലക്കുകളുടെ അല്ലെങ്കിൽ മുസ്ലിമുകളുടെ മറുപടി. പിന്നെ ഖിയാമത്ത് നാളിന്റെ അവസ്ഥയും പിന്നെ പുനർജന്മത്തെ സമയത്ത് സൂറത്തപ്പെടുകയും വീണ്ടും മനുഷ്യരെല്ലാം അള്ളാഹുലേക്ക് യാത്രയാകുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചെല്ലാമാണ് കഴിഞ്ഞ ആയത്തുകൾ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്ത് 54-ാമത്തെ ആയത്ത് മുതലാണ്. സ്വർഗവാസികൾക്ക് ഇതുവരെ പറഞ്ഞത് സത്യനിഷേധികൾക്ക് കിട്ടുന്ന അവസ്ഥകളെ കുറിച്ചാണെങ്കിൽ, ഇനി മുഅ്മിനീങ്ങൾ അള്ളാഹു അനുസരിച്ച് ജീവിച്ചവർ അവരുടെ ആഖിറത്തിലെ അവസ്ഥ, അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, സ്വർഗവും ആ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഉന്നതമായ അനുഗ്രഹങ്ങളും അല്ലാഹു തആല സൂറത്ത് യാസീനിന്റെ കുറഞ്ഞ ആയത്തുകളിലായിട്ട് വളരെ ഭംഗിയായി സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെയും അല്ലാഹു തആല ഉണർത്തുകയും അതിലേക്ക് അല്ലാഹു തആലയുടെ അടിമകളെ പ്രേരിപ്പിക്കുകയും ചെയ്യാൻ. 54-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. فاليوم ഇന്നത്തെ ദിവസം ആഖിറത്തിൽ, ലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, ആരുടെ മേലും ഒരു അക്രമവും ഉണ്ടാകുന്നതല്ല, വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ കർമ്മങ്ങൾക്കല്ലാതെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കല്ലാതെ പ്രതിഫലം നൽകപ്പെടുന്നതുമല്ല. ഈ ദിവസം ആഖിറത്തിൽ ഫൽയൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, ആരുടെ മേലും, ഒരു നഫ്സിന്റെ മേലും ഈ ദിവസം ഒരു അക്രമവും ഉണ്ടാകുന്നതല്ല, ഒരു നിലയിലുള്ള അക്രമവും അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതല്ല. നിങ്ങളുടെ കർമ്മങ്ങൾക്കല്ലാതെ, പ്രവർത്തനങ്ങൾക്കല്ലാതെ പ്രതിഫലം നൽകപ്പെടുന്നതുമല്ല. അല്ലാഹു തആല അവന്റെ നീതിയെക്കുറിച്ചുള്ള, അള്ളാഹുവിന്റെ ഭാഗത്ത് നീതിയുള്ള പെരുമാറ്റമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു തആല വാക്ക് നൽകുകയാണ്. നിങ്ങൾ ചെയ്ത നന്മകൾ ഒന്നും നഷ്ടപ്പെടുകയില്ല, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത തിന്മകൾ അത് ഒരിക്കലും ഇരട്ടിയാക്കപ്പെടുകയില്ല. നിങ്ങൾ ചെയ്യാത്ത തിന്മകൾ നിങ്ങളുടെ ഗ്രന്ഥത്തിലോ നിങ്ങളിലോ ചേർക്കുകയില്ല. നിങ്ങൾ ചെയ്ത നന്മകൾ എത്ര ചെറുതാണെങ്കിലും അതൊന്നും വിട്ടുപോകാതെ അതിനെല്ലാം അല്ലാഹു തആല ചെറുതാണെങ്കിൽ പോലും പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു നിലയിലും ദുൽമുണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലത്തും അല്ലാഹു തആല ഇത് അടിമകളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. വലാ യുദ്ലമൂന ഫതീല വലാ യുദ്ലമൂന നഖീറ. അല്ലാഹു തആല ഒരു അണുമണി തൂക്കം പോലും, ഫതീല, നഖീറ, ഖുർആനിന്റെ രണ്ട് പ്രയോഗങ്ങളാണ്. ദുൽമിനെ പറ്റി പറഞ്ഞപ്പോൾ ഉപയോഗിച്ച രണ്ട് പ്രയോഗങ്ങളാണ്. ഈന്തപ്പഴത്തിന്റെ കുരു, അതിന്റെ പുറത്തുണ്ടാകുന്ന ചെറിയ മൃദുലമായ പാഴ, അതുപോലെ ആ ഈന്തപ്പഴക്കുരുവിന്റെ വെട്ടി ഉണ്ടാകുന്ന ചെറിയ നാര്, ആ ചെറിയ രണ്ടും വളരെ മൃദുലമായതാണ്, ഭാരമില്ലാത്തതാണ്. അത്ര പോലും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയില്ല എന്നുള്ളത് പറയുക. വദഉ ഷൈഇൻ ഫീ ഗൈരി മഹല്ലിഹി ദുൽമുൻ. ദുൽമ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിന് അർഹമാകാത്ത വസ്തു വെക്കലാണ്. ഒരു കാര്യം അതിന് ഒരാളോട് പെരുമാറേണ്ട രീതിയിലല്ലാതെ പെരുമാറുന്നത് ദുൽമാണ്. അതിന് അർഹതപ്പെടാത്ത നിലയിൽ ഒരു കാര്യം പ്രവർത്തിക്കൽ, ഒരു വസ്തു അതിന് അർഹമല്ലാത്ത സ്ഥലത്ത് വയ്ക്കൽ, അത് ദുൽമാണ്. അപ്പൊ തിന്മ ചെയ്യാത്ത അടിമയുടെ ഗ്രന്ഥത്തിൽ തിന്മ വർദ്ധിപ്പിക്കുക, അതൊരിക്കലും അള്ളാഹു ഉണ്ടാവുകയില്ല.
ഒരു മുഅ്മിൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഖബറിലേക്ക് പോകുമ്പോൾ അവന്റെ ചെറിയൊരു നന്മ പോലും ഭൂമിയിൽ ബാക്കിയാവുകയില്ല. അതെല്ലാം അല്ലാഹു തആല അവന്റെ ഖബറിൽ എത്തിക്കും. ചെറിയ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലയാണ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു വചനമാണ്. എല്ലാം നഷ്ടപ്പെടാതെ അവന്റെ ഖബറിൽ എത്തിക്കും. അവന്റെ ആഖിറത്തിലുണ്ടാകും, കൂട്ടത്തിലുണ്ടാകും. അല്ലാഹു തആല മുഴുവൻ നന്മകളും തിന്മകളും രേഖപ്പെടുത്തി അടിമയുടെ മുന്നിൽ നാളെ സമർപ്പിക്കും. ഇഖ്റാ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. ഗ്രന്ഥമാക്കി നാളെ അടിമയുടെ മുന്നിൽ കൊണ്ടുവന്ന് അവനോട് തന്നെ വായിക്കാൻ പറയും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അള്ളാഹു തആല അടിമയുടെ നന്മയും തിന്മയും എഴുതി രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന് അറിയാത്തതിന്റെ പേരിലോ അള്ളാഹുവിന് ഓർമ്മയില്ലാത്തതിന്റെ പേരിലോ അല്ല, മറിച്ച് അടിമയുടെ മുന്നിൽ എന്തുകൊണ്ടാണ് നീ പരാജയപ്പെട്ടത്, അതിന്റെ കാരണം ഞാനല്ല, എന്റെ ഭാഗത്തൊരു അക്രമം ഉണ്ടായിട്ടില്ല, നീ തന്നെയാണ് നിന്റെ നഫ്സിനോട് അക്രമം കാണിച്ചത്, നീ തന്നെയാണ് നിന്റെ ജീവിതത്തെ പാഴാക്കിയത്, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും ഒരല്പം പോലും ഒരു നിലയിലും അക്രമം ഉണ്ടായിട്ടില്ല എന്ന് അടിമയെ ബോധ്യപ്പെടുത്തും അള്ളാഹു തആല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. ഒരു ദർറ, ഒരു അളവ് പോലും, അത്ര പോലും, ഒരു അണു പോലും, അണുവിന്റെ അളവ് പോലും അള്ളാഹു തആല അടിമയോട് അക്രമം ചെയ്യുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഒരു പ്രാവശ്യം ഇങ്ങനെ കയ്യിൽ അദ്ദേഹം മണ്ണെടുത്തിട്ട് അദ്ദേഹം ഒന്ന് ഊതി. അപ്പൊ അതിങ്ങനെ പറന്നുപോയി, അതിൽ ചെറിയ ചെറിയ ധൂളികളായി പറന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ദർറ, അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ദർറ. ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി പറന്നു പോകുന്ന, ഒരു തൂക്കാൻ ഭാരമില്ലാത്ത, വളരെ ലഘുവായ അന്തരീക്ഷങ്ങളിലെല്ലാം വെയിലത്ത് നമ്മൾ പറന്നിടക്ക് നമ്മൾ കാണാറുണ്ട്. അതാണ് ദർറ എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ ഇത് ദർറ എന്ന് ഉദ്ദേശിക്കുന്നത് അസ്ഗർ നംല്, ഉറുമ്പുകൾ ഏറ്റവും ഭാരം കുറഞ്ഞ വളരെ ചെറിയ ഉറുമ്പിനാണ് ദർറ എന്ന് പറയുന്നത്. അത്ര പോലും, ഒരു ഉറുമ്പ് തന്നെ എത്ര ചെറുതാണ്, അപ്പൊ അതിൽ തന്നെ വളരെ ചെറിയ ഉറുമ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തും തൂക്കാൻ പോലും ഭാരമില്ലാത്ത അത്ര ചെറിയ ജീവിയായ ആ ഉറുമ്പ്, അത്ര പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അടിമയോട് ദുൽമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അള്ളാഹു തആലയുടെ ഭാഗത്ത് ഒരു നിലക്കും ദുൽമില്ല എന്നതിന്റെ പേരിൽ തന്നെ ഒരു കാഫിറാണ് നന്മ ചെയ്യുന്നതെങ്കിൽ പോലും അള്ളാഹു തആല അതിന് പകരം നൽകും ദുന്യാവിൽ വെച്ച്. കാഫിറിന്റെ ഭാഗത്ത് സത്യനിഷേധിയാണ്, പക്ഷെ അവൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോടും അള്ളാഹു തആല ദുൽമ കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആ നന്മക്ക് പ്രതിഫലം അള്ളാഹു നൽകും ദുന്യാവിൽ. ഹദീസിൽ വരുന്നു, അമ്മൽ കാഫിറു, സത്യനിഷേധി, ഫയുത്ഇമു ബിഹസനാതിഹി, അവന്റെ നന്മ കാരണമായിട്ട് ബിഹസനാതിഹി ഫി ദുനിയ, ദുന്യാവിൽ തന്നെ അവന്റെ നന്മ കാരണം അള്ളാഹു തആല അവനെ ഭക്ഷിപ്പിക്കും, അവന് നിഅമത്ത് നൽകും. അങ്ങനെ അവൻ ആഖിറത്തിലേക്ക് പോകുമ്പോൾ അവന്റെ നന്മക്ക്, ഒരു നന്മക്ക് പോലും പ്രതിഫലം ബാക്കി ഉണ്ടാവുകയില്ല, അതെല്ലാം ദുന്യാവിൽ തന്നെ എടുത്തിട്ടുണ്ടാവും. സത്യനിഷേധി, കാഫിർ ദുന്യാവിൽ നിന്ന് പോകുമ്പോൾ അവൻ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ നന്മയുടെയും പ്രതിഫലം ദുന്യാവിൽ തന്നെ അനുഭവിച്ച ശേഷമേ അള്ളാഹു തആല ആഖിറത്ത് കൊണ്ടുപോവുകയുള്ളൂ. എല്ലാം ദുന്യാവിൽ തന്നെ കൊടുക്കും. അങ്ങോട്ട് പോകുമ്പോൾ ഒരു നന്മക്ക് പ്രതിഫലം ബാക്കിയില്ല. മുഅ്മിൻ നേരെ തിരിച്ചുമാണ്. മുഅ്മിൻ ദുന്യാവിൽ നിന്ന് പോകുമ്പോൾ അവന് ഒരു ശിക്ഷ പോലും ാനുള്ള തിന്മ പോലും ബാക്കിയാക്കാതെ അള്ളാഹു തആല അതെല്ലാം ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു തആല പൊറുപ്പിക്കാനുള്ള വഴികൾ അള്ളാഹു തആല പരീക്ഷണങ്ങളിലൂടെ, ബുദ്ധിമുട്ടിലൂടെ അള്ളാഹു തആല അവനെ പരീക്ഷിച്ച് എല്ലാ തിന്മകളെയും മാപ്പാക്കി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അടിമകളെ കൊണ്ടുപോകുന്നു. ഇനി ഒരു തിന്മക്കുള്ള ശിക്ഷയും ബാക്കിയില്ല, അതെല്ലാം ദുന്യാവിൽ തന്നെ കൊടുത്തു, രോഗങ്ങളായി, പരീക്ഷണങ്ങളായി. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഹയാത്തുൽ ഹൈവാൻ എന്ന ഗ്രന്ഥത്തിൽ ഹദീസ് വായിച്ചിട്ടുണ്ട്, ഒരു കാഫിറിന്റെ മരണസമയം ആ മനുഷ്യന് ഒരു ഭക്ഷണം, അവന്റെ മരണത്തിന് അടുത്ത സമയം മത്സ്യം കൊണ്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം വന്നു. അത് അവന്റെ നാട്ടിലോ സമീപത്തോ കിട്ടാത്തതാണ്. പക്ഷേ മലക്കൾ അവന് ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അതിനെ അടുപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവന്റെ ആഗ്രഹം പൂർത്തിയാക്കി അവൻ മരണപ്പെട്ടു. അതേപോലെ ഒരു മുഅ്മിൻ അവന്റെ മരണസമയം അവൻ അല്പം പാല് കുടിക്കാൻ ആഗ്രഹിച്ചു. പാലോ മറ്റോ അവൻ കുടിക്കാൻ വേണ്ടി അത് എടുക്കുന്ന സമയത്ത് അത് മലക്കൾ തട്ടി മറിച്ചു കളഞ്ഞു. അവന്റെ ആഗ്രഹം പൂർത്തിയാകാതെ മരണപ്പെട്ടു. ഒരു നിഷേധി അവന്റെ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് മരണപ്പെട്ടു.
വിശ്വാസി മുഅ്മിൻ ആഗ്രഹം പൂർത്തിയാകാതെ മരണപ്പെട്ടു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് മുഅ്മിൻ അവന്റെ ആ ആഗ്രഹം പൂർത്തിയാകാത്ത വിഷമം, കാരണം അവന് തിന്മ ബാക്കിയുണ്ടായിരുന്നു, ആ തിന്മ കൂടി അതിലൂടെ മാപ്പാക്കപ്പെട്ടു. അവനുണ്ടായ ഒരു വിഷമം, ഒരു മുഅ്മിൻ ഉണ്ടാകുന്ന ചെറിയ വിഷമം. ഉദാഹരണം, താക്കോൽ അവന്റെ താക്കോൽ വലത് പോക്കറ്റിലിട്ടു. അവൻ തപ്പി നോക്കിയപ്പോൾ അത് കണ്ടില്ല. നോക്കുമ്പോൾ ഇടത് പോക്കറ്റിലാണ് കിട്ടിയത്. മാറിപ്പോയി, മറന്നുപോയി, തെറ്റ് സംഭവിച്ചു. ആ സമയത്തുണ്ടാകുന്ന ഒരു വിഷമം, അതിനും അവനെ പാപങ്ങൾ പൊറപ്പിക്കും. ചെറിയ തലവേദന രാത്രി അനുഭവപ്പെട്ടു, പ്രഭാതമാകുമ്പോൾ എല്ലാ ചെറിയ പാപങ്ങളും പുറത്തിട്ടുണ്ടാകും. മുഅ്മിന് അല്ലാഹു തആല നൽകുന്ന ചെറിയ വിഷമവും ബുദ്ധിമുട്ടെല്ലാം അവനെ പാപങ്ങളെ പൊറപ്പിക്കാനുള്ളത്. അപ്പൊ സത്യനിഷേധിക്ക് അവൻ ചെയ്ത നന്മകൾക്കെല്ലാം ദുന്യാവിൽ പ്രതിഫലം നൽകും. അപ്പൊ അള്ളാഹു ഒരു നിലക്കും ആരോടും ദുൽമ ചെയ്യാത്തവനാണ്. അതുപോലെ അടിമ ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും അള്ളാഹു തആല പാഴാക്കൂല, അതും അള്ളാഹു തആല സൂക്ഷിക്കും. ഹദീസിൽ വരുന്നുണ്ട്, ഒരു അടിമയെ നാളെ ആഖിറത്തിൽ കൊണ്ടുവരും, 99 ഏടുകൾ അവന്റെ മുന്നിൽ സമർപ്പിക്കും. ആ ഏടുകൾ നിറയെ തിന്മയാണ്. അള്ളാഹു തആല ചോദിക്കും, ഇതെല്ലാം, ഈ തിന്മകളെല്ലാം നീ ചെയ്തതല്ലേ? അടിമ സമ്മതിക്കുമ്പോൾ ഞാൻ ചെയ്ത തിന്മകളാണ്. അള്ളാഹു തആല പറയും, നീ ഭയപ്പെടേണ്ടതില്ല, നിനക്ക് വേണ്ടി ഒരു നന്മ ഞാൻ ബാക്കിയാക്കിയിട്ടുണ്ട്. അപ്പൊ അടിമ ചോദിക്കും, അള്ളാഹു, ഇത്രയും തിന്മകൾക്ക് മുന്നിൽ ഒരു നന്മ എന്ത് പ്രയോജനം ചെയ്യാനാണ്? അങ്ങനെ അവൻ പറഞ്ഞ വിശുദ്ധമായ കലിമത്ത് തൗഹീദിന്റെ വചനം അതിനെ കൊണ്ടുവരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മുള്ള ആ ഉന്നതമായ വചനമുള്ള വിശുദ്ധമായ കലിമയെ കൊണ്ടുവന്ന് ത്രാസിന്റെ തട്ടിൽ വെക്കും. അവന്റെ 99 ഏടുകൾ നിറയുള്ള തിന്മയേക്കാൾ ഈ നന്മയുടെ വചനത്തിന് ഭാരമുണ്ടാകുകയും ആ അടിമയെ അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്യും. പൊതുവായ ഒരു അള്ളാഹിന്റെ നിയമമല്ല, എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാകണമെന്നില്ല. അള്ളാഹ് ചില അടിമകളുടെ അള്ളാഹ് ഉണ്ടെന്ന് പെരുമാറ്റ രീതിയാണ്. ഇവിടെ സൂചിപ്പിച്ച ഒരു നന്മ പോലും, ഒരു ചെറിയ നന്മ പോലും അള്ളാഹു തആല അടിമയിൽ നിന്ന് പാഴാക്കില്ല. അതെല്ലാം അള്ളാഹു തആല, കാരണം അള്ളാഹു ഒരിക്കലും അക്രമം ചെയ്യാത്തവനാണ്. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഖുദ്സിയ ഹദീസിൽ വരുന്നുണ്ട്, എന്റെ അടിമകളെ, ഞാൻ ദുൽമിനെ എന്റെ മേൽ ഹറാമാക്കിയിരിക്കാൻ, എന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു നിലയിലും ദുൽമുണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹു തആല സത്യനിഷേധികൾക്കുണ്ടാകുന്ന ശിക്ഷകളെ കുറിച്ചും മുഅ്മിനീങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും പറയുന്ന സ്ഥലത്ത് അള്ളാഹു തആല അതിന് ഇടയിൽ മധ്യത്തിൽ അള്ളാഹു തആല പറയാൻ, فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنتُمْ تَعْمَلُونَ. ഇന്നത്തെ ദിവസം ആരുടെ മേലും ഒരക്രമം ഉണ്ടാകുന്നതല്ല. وَلَا تُجْزَوْنَ إِلَّا مَا كُنتُمْ تَعْمَلُونَ. നിങ്ങളുടെ കർമ്മങ്ങൾക്കല്ലാതെ, അമലുകൾക്കല്ലാതെ, പ്രവർത്തനങ്ങൾക്കല്ലാതെ പ്രതിഫലം നൽകപ്പെടുന്നതുമല്ല. നിങ്ങൾക്ക് ശിക്ഷയാകട്ടെ നിഅമത്താകട്ടെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മങ്ങളെ, അമലുകളെ അടിസ്ഥാനപ്പെടുത്തിയ. പിന്നെ അള്ളാഹു തആല അടുത്ത ആയത്തുകൾ പിന്നെ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു തആല വിശാലമായി പറയുകയാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഇന്ന ദിവസം തീർച്ചയായും സ്വർഗവാസികൾ അവരുടെ സുഖസന്തോഷങ്ങളിൽ മുഴുകി കഴിയും. ഇന്ന ദിവസം, ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗവാസികൾ, അല്യൗമ, ഇന്നത്തെ ദിവസം, ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അവരുടെ സുഖസന്തോഷങ്ങൾ മുഴുകി കഴിയും. ഷുഗുൽ, ജോലിയിലായിരിക്കും, തിരക്കിലായിരിക്കും. ഫാകിഹൂൻ, സുഖങ്ങളിൽ, സന്തോഷങ്ങൾ. ഫാകിഹത്ത് എന്നതിന്റെ ബഹുവചനമാണ് ഫാകിഹൂൻ. അവരെല്ലാവരും സുഖങ്ങളിലും സന്തോഷങ്ങളിലുമായിരിക്കും, അതിൽ മുഴുകിയ അവസ്ഥയിലായിരിക്കും. ഇവിടെ ഷുഗുൽ എന്ന് പറഞ്ഞത് സ്വർഗത്തിൽ നിർബന്ധമായ കൽപ്പനകളോ എന്തെങ്കിലും അള്ളാഹുന്റെ ഭാഗത്തുനിന്നുള്ള കൽപ്പനകളോ അമലുകളോ ഇതിൽ ആരാധനകളോ ഒന്നുമില്ല. ഇന്ന സമയത്ത് ഇന്ന അമൽ ചെയ്യണം, അങ്ങനെ ഒരു കൽപ്പനയും സ്വർഗത്തിലില്ല. അപ്പോ അടിമക്ക് തോന്നിയേക്കാം, അപ്പൊ വെറുതെ ഇരുന്ന്
ഒരു ബോറടിക്കാം സ്വർഗത്തിൽ. കാരണം ഒരു പ്രത്യേകിച്ചും ചെയ്യാനില്ല, ജോലിക്ക് പോകാനില്ല, കൃഷി ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല, ഒരു പണിയും ചെയ്യാനില്ല, മക്കളെ പ്രത്യേകിച്ച് നോക്കാനില്ല, ആരുടെ ഉത്തരവാദിത്വമില്ല, ഫുൾ ടൈം ഫ്രീ ആണ്. അപ്പോൾ സ്വർഗത്തിൽ ബോറടിക്കാം, വെറുതെ ഇരുന്ന് ബോറടിക്കാം എന്ന് ചിന്ത വന്നേക്കാം. അത് തിരുത്തിക്കാൻ അങ്ങനെയല്ല. സ്വർഗത്തിൽ ഒരു ഉത്തരവാദിത്തമോ ഒരു അമലോ കൽപ്പനയോ ആരാധന ഒന്നും ഇല്ല എങ്കിൽ സ്വർഗവാസി അതിന്റെ പേരിൽ ബോറടിക്കുന്ന അവസ്ഥയിലില്ല. മറിച്ച് സ്വർഗത്തിൽ അവൻ വലിയ തിരക്കിലാണ്, ജോലി തിരക്കിലാണ് എന്ന് പറഞ്ഞാൽ അവൻ സുഖങ്ങളുടെയും രസങ്ങളുടെയും ഉള്ളിൽ മുഴുകി വളരെ തിരക്കിലാണ് എന്നുകൂടി അള്ളാഹു അറിയിക്കുക. പിന്നെ ചില പണ്ഡിതന്മാർ ഷുഗർ കൊണ്ടുള്ള ഉദ്ദേശം അവർ തിരക്കിലാന്ന് പറഞ്ഞത് അവർ ഇങ്ങനെ സ്വർഗവാസികൾ യാത്രയിലായിരിക്കും പരസ്പരം എല്ലാ അധിക സമയവും. ഹദീസിൽ വരുന്നുണ്ട്, ഒരു സ്വർഗവാസി അവന്റെ സ്വർഗത്തിൽ അവന്റെ ചാരുകട്ടിൽ ചാരിയിരിക്കുന്ന സമയത്ത് തന്റെ മുസ്ലിമായ മുഅ്മിനായ കൂട്ടുകാരനെ കാണാൻ ആഗ്രഹിക്കും. അവനുമായി അവൻ ആ ചാരുകട്ടിൽ യാത്ര ചെയ്ത് തന്റെ മുസ്ലിമായ കൂട്ടുകാരനെ പോയി സ്വർഗത്തിൽ പോയി കാണുകയും വിശേഷങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഷുഗർ കൊണ്ടുള്ള മറ്റൊരു തഫ്സീർ ഉലമാക്കൾ എഴുതിയിരിക്കുന്നത് അവരുടെ ഇണകളുമായി പരസ്പരം എല്ലാ സമയവും നേരം പോക്കിലും സല്ലാപത്തിലുമായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ സ്വർഗവാസി എപ്പോഴും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ജോലിയായിരിക്കും, മടി വരുന്ന അവസ്ഥയിലായിരിക്കില്ല. കാരണം അള്ളാഹു തആല സ്വർഗവാസിക്ക് ഒരിക്കലും എത്ര അവന്റെ ശരീരത്തെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചാലും മടിവരാത്ത നിലയിലാണ് അള്ളാഹു തആല സ്വർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗവാസിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മനുഷ്യൻ ദുനിയാവിൽ അവൻ രുചിയുള്ള ഭക്ഷണം കഴിക്കലാകട്ടെ, മറ്റിഷ്ടമുള്ള അവന്റെ ശാരീരിക വികാരങ്ങൾ പൂർത്തീകരിക്കലാകട്ടെ, ഏതെല്ലാം കാര്യങ്ങളിലാണെങ്കിലും മനുഷ്യൻ ക്ഷീണിതനാവുകയോ തളരുകയോ മടിവരുകയോ അവന്റെ ശാരീരികമായി അവന് ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യും, എത്ര രസമുള്ള കാര്യമാണെങ്കിൽ പോലും. ഒരു സ്വർഗവാസിയെ സംബന്ധിച്ച് അങ്ങനെയല്ല അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എത്ര ആസ്വദിച്ചാലും അവന് മടിവരുകയോ തളരുകയോ ചെയ്യുകയില്ല. ഹദീസിൽ വരുന്നുണ്ട്, ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ വയശ്റബൂൻ വലാ യത്ഫിലൂന വലാ യബൂലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂൻ. സ്വർഗവാസികളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗവാസികൾ സ്വർഗത്തിൽ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യും, എന്നാൽ തുപ്പുകയോ മലമൂത്ര വിസർജനം നടത്തുകയോ മൂക്ക് ചീറ്റുകയോ ചെയ്യുന്നതല്ല. വലാ യത്ഫിലൂന വലാ യബൂലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂൻ. സഹാബാക്കൾ ചോദിച്ചു, ഫമാ ബാലു തആം, ആഹാരം കഴിക്കുന്ന നബി അത് എങ്ങനെയാണ്, അത് പുറത്തേക്ക് വിസർജനമില്ല എങ്കിൽ അതെങ്ങനെ ദഹിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഷാഉൻ വറഷ്ഹുൻ, ഒരു ഏമ്പക്കം കസ്തൂരി മണമുള്ള വിയർപ്പും, അതിലൂടെ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യം ദുന്യാവിലെ പോലെ വിസർജനമില്ലാതെ അത് കഴിഞ്ഞിട്ടിരിക്കും, ഏമ്പക്കം പുറപ്പെടും. അതുപോലെ കസ്തൂരിയുടെ മണമുള്ള ആ വിയർപ്പും. സ്വർഗത്തിൽ എത്ര സുഖങ്ങൾ കഴിഞ്ഞുകൂടിയാലും അവർ ശാരീരികമായിട്ട് ക്ഷീണമോ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, എപ്പോഴും ആരോഗ്യവാന്മാരായിരിക്കും. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസ് നബികൾ പറയുന്നുണ്ട്, യുനാദി മുനാദിൻ, സ്വർഗവാസികളോട് വിളിച്ചു പറയുന്ന ആൾ അഥവാ മലക്കുകൾ അവരോട് വിളിച്ചു പറയും, ഇന്ന ലക്കും അൻ തസിഹു ഫലാ തസ്കുമു അബദാ വഇന്ന ലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദാ വഇന്ന ലക്കും അൻ തശിബ്ബു ഫലാ തഹ്റമു അബദാ വഇന്ന ലക്കും അൻ തൻഅമു ഫലാ തബ്അസു അബദാ. സ്വർഗവാസികളോട് സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ വിളിച്ചു പറയും, അവരെ അറിയിക്കപ്പെടും, നിങ്ങൾ ആരോഗ്യവാന്മാർ, ഇന്നലക്കും തസിഹു ഫലാ തസ്കുമു അബദാ, നിങ്ങൾ ഇന്നും ആരോഗ്യവാന്മാരായിരിക്കും, ഒരിക്കലും രോഗികളാകുന്നില്ല, ഒരിക്കലും രോഗികളാവുകയില്ല. വഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദാ, നിങ്ങൾ എന്നും ജീവിച്ചിരിക്കും, ഒരിക്കലും മരിക്കുന്നതല്ല. വഇന്നലക്കും അൻ തശിബ്ബു ഫലാ തഹ്റമു അബദാ, നിങ്ങൾ എന്നും യുവാക്കളായിരിക്കും, ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുന്നതല്ല. വഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്അസു അബദാ, നിങ്ങൾ എന്നും സുഖത്തിലായിരിക്കും, ഒരിക്കലും യാതൊരു പ്രയാസവും ഉണ്ടാകുന്നതല്ല. എന്നും ആരോഗ്യ അവസ്ഥയിലായിരിക്കും, ക്ഷീണമോ തളർച്ചയോ മടിയോ ഒന്നും ഉണ്ടാവുകയില്ല.
അനുഗ്രഹങ്ങൾ, സ്വർഗീയ അനുഗ്രഹങ്ങൾ എത്ര ഉപയോഗിച്ചാലും ഉപയോഗിച്ചതിന്റെ പേരിൽ സ്വർഗവാസിക്ക് ഒരിക്കലും അത് ഉപയോഗിച്ച് മടിവരികയോ ബോറടിക്കുകയോ ചെയ്യുകയില്ല. അതാണ് അവിടെ പറഞ്ഞത്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ വഫാകിഹൂൻ. അവർ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ അവർ എപ്പോഴും അതിൽ 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 തിരക്കിലായിരിക്കും. അടുത്ത ആയത്തിൽ അല്ലാഹു തആല വീണ്ടും സ്വർഗവാസികൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുകയാണ്. ഹും വഅസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. അവരും അവരുടെ ഇണകളും സ്വർഗീയ തണലുകളിൽ കട്ടിലുകളുടെ മേൽ ചാരിയിരിക്കുന്നവരുമായിരിക്കും. സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ അള്ളാഹു തആല ഖുർആനിൽ പല സ്ഥലത്തും വന്ന പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ സ്വർഗത്തിൽ ലഭിക്കുന്ന ഇണകളെ സംബന്ധിച്ച്. സ്വർഗത്തിന്റെ നിഅമത്തുകൾ ഉയർന്ന അനുഗ്രഹമാണ്. സ്വർഗത്തിൽ അള്ളാഹു തആല പുരുഷന്മാർക്ക് സ്ത്രീകൾ ഇണകളായി നൽകും, സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഇണകളായി നൽകും. സാധാരണ നിരീശ്വരവാദികളും മറ്റെല്ലാം ചോദിക്കാറുള്ള ചോദ്യമാണ്. പുരുഷന്മാർക്ക് ഹൂറുകളുണ്ട്, സ്ത്രീകൾക്ക് തിരിച്ച് ഹൂറുകളില്ലേ? ഈ ആയത്തിൽ അള്ളാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത് ഹും വ അസ്വാജുഹും, അവർക്ക് എല്ലാവർക്കും ഇണകളുണ്ട്. അഥവാ സ്ത്രീകൾക്കും അള്ളാഹു തആല അവർക്ക് യോജിച്ചതായ ഇണകളെ, ഹൂറുകൾ അള്ളാഹു തആല തയ്യാറാക്കിയിട്ടുണ്ട്. അത് അള്ളാഹുവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു ഒരിക്കലും അക്രമം കാണിക്കുന്നവനല്ല. അത് പൊതുവെ പുരുഷനെയും സ്ത്രീയും സൃഷ്ടിച്ച അള്ളാഹു തആല അവൻ അവരുടെ മാനസികാവസ്ഥയും പ്രകൃതിയും എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ മുന്നിൽ അവർക്ക് ലഭിക്കുന്ന ഹൂറുകളുടെ അവസ്ഥകളെ കുറിച്ച് വിവരിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനറിയാം, അതൊരു അഭംഗിയാണ്. അതുകൊണ്ട് അള്ളാഹു തആല പുരുഷന്മാർക്ക് ലഭിക്കുന്ന ഹൂറുകളെ സംബന്ധിച്ചുള്ള വിവരണമാണ് അധികം ഖുർആൻ അള്ളാഹു തആല എടുത്തു പറഞ്ഞിരിക്കുന്നത്. രണ്ട് നിലയിലുള്ള ഹൂറുകളാണ് അള്ളാഹു തആല നൽകുന്നത്. ഒന്ന്, ദുന്യാവിൽ തന്നെയുള്ള നമ്മുടെ ഇണകളെ അള്ളാഹു തആല സ്വർഗീയ സ്ത്രീകളുടെ നേതാവാക്കി ഏറ്റവും ഭംഗിയുള്ള അവസരം അള്ളാഹു സൃഷ്ടിക്കും. മുഅ്മിനത്തുകളായ സ്ത്രീകൾ ഒന്നെങ്കിൽ അവരുടെ അവരുടെ ദുന്യാവിലുള്ള ഈമാനുള്ള ദീനുള്ള ഭർത്താക്കന്മാരുടെ ഇണകളായി. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, മുഅ്മിനായ ഒരു സ്ത്രീക്ക് 2 ഭർത്താവ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഒരു ഭർത്താവ് മരണപ്പെട്ടു, പിന്നെ അതിനുശേഷം മറ്റൊരാൾ വിവാഹം കഴിച്ചു. അങ്ങനെ വരുമ്പോൾ ആ മുഅ്മിനത്തായ സ്ത്രീ ഏത് ഭർത്താവിന്റെ കൂട്ടത്തിലായിരിക്കും? ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ആ 2 ഭർത്താക്കന്മാരിൽ ഏറ്റവും നല്ല സ്വഭാവം ആർക്കാണ് ഉള്ളത് അവരുടെ കൂട്ടത്തിലായിരിക്കും. സ്വർഗീയ സ്ത്രീകൾ അല്ലാഹു തആല വളരെ ഉയർന്ന അവസ്ഥയിൽ ദുന്യാവിലെ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും ഭംഗിയുള്ള അവസ്ഥയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ, പ്രത്യേകമായ രീതിയിലാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. കഅന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, മാണിക്യവും മരതകവും പോലെയുള്ള ഉയർന്ന വസ്തുക്കൾ പോലെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. കഅന്നഹുന്ന ബീദും മക്നൂൻ, അല്ലാഹു തആല അവർ മുട്ടകളെ പോലെ, മുട്ടകളുടെ തോട് പുറം പോലെ അവരുടെ ശരീരം വളരെ മിനുസമുള്ളതും ഭംഗിയുള്ളതുമായിരിക്കും. സ്വർഗീയ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഹൃദയത്തിൽ വൈരാഗ്യമോ വെറുപ്പോ ദേഷ്യമോ പരസ്പരം കുശുമ്പോ ഉണ്ടാവുകയില്ല. അവരുടെ ഹൃദയങ്ങൾ വളരെ പരിശുദ്ധമായിരിക്കും. മുഅ്മിനത്തുകളായ സ്ത്രീകളായിരിക്കും സ്വർഗീയ സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠമായതും ഏറ്റവും ഭംഗിയുള്ളതും ഉയർന്നവരും. അവർ അവിടെ ചില പദ്യങ്ങൾ ആലപിക്കും സ്വർഗീയ സ്ത്രീകളുടെ മുന്നിൽ. നഹ്നു സ്വായിമാത്തുൻ എല്ലാം തുടങ്ങുന്നു. ഞങ്ങൾ നോമ്പെടുത്തവരാണ്, നിങ്ങൾ നോമ്പ് പിടിച്ചിട്ടില്ല. ഞങ്ങൾ നമസ്കരിച്ചവരാണ്, ഞങ്ങൾ നമസ്കരിച്ചിട്ടില്ല. ഞങ്ങൾ സ്വതക്ക ചെയ്തവരാണ്, ഞങ്ങൾ സ്വതക്ക ചെയ്തിട്ടില്ല എന്ന് സ്വർഗീയ സ്ത്രീകളോട് അവർ പറയും. സ്വർഗീയ സ്ത്രീകളെക്കാൾ ദുന്യാവിലെ മുഅ്മിനത്തുകളായ സ്ത്രീകൾ ശ്രേഷ്ഠമാകാനുള്ള കാരണം മുഅ്മിനത്തുകളായ സ്ത്രീകൾ ദുന്യാവിൽ വെച്ച് നോമ്പെടുത്തവരാണ്, നമസ്കരിച്ചവരാണ്, സ്വതക്ക ചെയ്തവരാണ്, പല നന്മകൾ ചെയ്തവരാണ്. ആ നന്മകളൊന്നും ഇവർ ചെയ്ത പല നന്മകളും ചെയ്യാൻ പറ്റാത്ത സ്വർഗീയ സ്ത്രീകൾ. അതുകൊണ്ട് സ്വർഗീയ സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠമായത് ദുന്യാവിലെ സ്ത്രീകൾ തന്നെയാണ്.
പിന്നെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗീയ സ്ത്രീകളെ കുറിച്ച് ധാരാളമായി ഹദീസിൽ പറയുമ്പോൾ ചില സ്ത്രീകളെ ഇന്ന ഫിൽ ജന്നത്തി ഐന ഇന്ന ഫിൽ ജന്നത്തി ലഹൗറാ യുഖാലു ലഹാ ഐന, സ്വർഗത്തിൽ ചില സ്ത്രീകളുണ്ട്, അവരുടെ പേര് ഐന എന്നാണ്. ഇതാ മശത് മശാമ ഹൗലഹ, അവൾ നടന്നാൽ അവളുടെ സമീപത്തുള്ളതെല്ലാം നടക്കുന്നത് പോലെ തോന്നിപ്പോകും, അത്രയും അവൾ ഭംഗിയുള്ളവരാണ്. ഇന്ന ഫിൽ ജന്നത്തി ഹൗറാ യുഖാലു ലഹാ ലാഇബ, ചില ഹദീസിൽ അവരുടെ സ്വർഗത്തിൽ ചില ഹൂറുകളുണ്ട്, അവരുടെ പേര് ലാഇബ എന്നാണ്. ലോ അന്ന ഹൗറാ ബുസിഖത് ഫീ സബഅത്തി അബ്ഹുരിൻ ലകാന തിൽകൽ ബഹ്റു അഹ്ലാ മിനൽ അസ്ൽ, സ്വർഗീയ സ്ത്രീ അവൾ സമുദ്രത്തിലേക്ക് തുപ്പിയാൽ അതിന്റെ ഉപ്പുരസം മാറി അത് തേനേക്കാൾ രുചിയുള്ളതായി മാറും. എന്നാലും ധാരാളം ഹദീസിൽ വരുന്നുണ്ട്. ലോ അന്ന ഇംറഅത്തൻ മിനൻ നിസാഇ അഹ്ലിൽ ജന്ന ഇത്തലഅത് ഇലൽ അർദ് ലഅദാഅത് മാ ബൈനഹുമാ വലമലഅത് മാ ബൈനഹുമാ റീഹ വലനസീഫുഹാ ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗീയ സ്ത്രീകളും ഒരു സ്ത്രീ ഭൂമിയിലേക്ക് എത്തി നോക്കിയാൽ സ്വർഗം മുതൽ ഭൂമി വരെയുള്ള സ്ഥലം പ്രകാശിക്കുന്നതും സുഗന്ധപൂരിതമാകുന്നതുമാണ്. പ്രകാശിക്കുകയും ചെയ്യും, സുഗന്ധപൂരിതമാകുന്നതുമാണ്. അവളുടെ മക്കന വല നസീഫുഹ, അവളുടെ മക്കന, അവളുടെ തട്ടം ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകവും ഇതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാൾ ഉത്തമമാണ്. അവളുടെ തട്ടം തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാൾ ഉത്തമമാണ്. ആ സ്ത്രീയുടെ മഹത്വം എത്രയായിരിക്കും. അപ്പൊ അത്രയും ഉന്നതമായ നിലയിൽ അല്ലാഹു തആല ഇണകളെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹു ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഹും വഅസ്വാജുഹും, അപ്പോൾ അവരും അവരുടെ ഇണകളും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, മാത്രമല്ല അവർ ഇണകളുടെ കൂട്ടത്തിൽ അവർ തണലുകളിലും സ്വർഗീയ തണലുകളിലും കട്ടിലുകളുടെ മേൽ ചാരിയിരിക്കുന്നവരുമായിരിക്കും. സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കുന്ന അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമായി എടുത്തു തണൽ എന്നുള്ളത്. അത് പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് തണൽ അതവർക്ക് മനസ്സിലാകും അതിന്റെ അനുഗ്രഹം എത്ര വലുതാണെന്ന്. പക്ഷെ നമ്മുടെ മുന്നിൽ തണൽ എന്ന് പറയുമ്പോൾ വലിയ അനുഗ്രഹമായി തോന്നുകയില്ല എങ്കിലും അറേബ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് തണൽ എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹം അവർക്ക് മനസ്സിലാകും. അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹവും അല്ലാഹു വിരിക്കുന്നില്ല. അടിമകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു വിരിക്കുന്നു. ചില ഹദീസിൽ വരുന്നുണ്ട് സ്വർഗത്തിൽ വൃക്ഷമുണ്ട്. ഇന്ന ഫിൽ ജന്നതി ഷജറതൻ യസീറു റാകിബു ഫീ ദില്ലിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ 100 വർഷം വാഹനത്തിൽ സഞ്ചരിച്ചാൽ മുറിച്ചു കടക്കാൻ കഴിയാത്ത അത്രയും തണലുള്ള ഒരു മരം സ്വർഗത്തിലുണ്ട്. 100 വർഷം ഒരാൾ വാഹനത്തിൽ സഞ്ചരിച്ചാലും ആ തണൽ തീരുക അത്രയും വലിയ വൃക്ഷം സ്വർഗത്തിലുണ്ട്. അവിടെ സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയ തണലുള്ള വൃക്ഷത്തെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു തആല ഫീ ളില്ലിൻ മംദൂദ്, അവർ നീണ്ടു കിടക്കുന്ന സ്വർഗത്തിന്റെ തണലുകളിലായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. തിരിച്ച് നരകവാസികൾക്ക് അവരുടെ അദാബിനെ കുറിച്ച് പറയുമ്പോഴും അവർക്ക് അവിടെ നരകത്തിലെ ശിക്ഷയെ പറയുമ്പോൾ അത് എടുത്തു പറയുന്ന അവർക്ക് തണൽ നൽകുന്നൊന്നും അവിടെ ഉണ്ടാവുകയില്ല. മാത്രമല്ല നരകവാസികൾ ചില ശിക്ഷകൾ എടുത്തു പറയുന്നത് അവർക്ക് ചൂടിനാലുള്ള തണലായിരിക്കും. ലഹും മിൻ ഫൗഖിഹിം ദുലലുൻ മിനൻ നാർ വമിൻ തഹ്തിഹിം ദുലൽ ദാലിക യഖൗഫുല്ലാഹു ബിഹി ഇബാദ. തീജ്വാല കൊണ്ടുള്ള തണൽ അവർക്ക് അവരുടെ മുകളിൽ അവരുടെ മുകളിൽ വരും. തീജ്വാലയായിരിക്കും മുകളിൽ അവർക്ക് തണലിടുന്നത്. സ്വർഗവാസികൾ തിരിച്ച് അല്ലാഹു തആല വൃക്ഷങ്ങളുടെ തണലിനെ കുറിച്ച് അത് എടുത്തു പറഞ്ഞു. സ്വർഗത്തിൽ വലിയ അനുഗ്രഹമാണ് തണൽ എന്നുള്ളത്. അവരും അവരുടെ ഇണകളും സ്വർഗീയ തണലുകളിൽ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അല്ല അറായിക് മുത്തഖിഊൻ, മുഖത്തിന് മുഖം നോക്കിക്കൊണ്ട് അവർ ചാരുകട്ടിലിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. മുഖത്തിന് മുഖം നോക്കിയിരിക്കും. അത് വലിയൊരു അനുഗ്രഹമാണ്. പരസ്പരം പുറകിലേക്ക് ഇരിക്കുകയില്ല, മറിച്ച് പരസ്പരം മുഖത്തിന് മുഖം നോക്കിയിരിക്കും. ഹദീസ് വരുന്നുണ്ട് സ്വർഗവാസികൾ
സ്വർഗത്തിൽ പരസ്പരം മുഖത്തിന് മുഖം നോക്കിയിരിക്കുകയും അവർ ദുന്യാവിൽ അവരുടെ കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചെല്ലാം പറയുകയും അള്ളാഹു അവരോട് ചെയ്ത കാരുണ്യത്തെക്കുറിച്ചും അവർക്ക് മഗ്ഫിറത്ത് നൽകിയതിനെ കുറിച്ചെല്ലാം പരസ്പരം പറയുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യും. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجه في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അടുത്ത സ്വർഗവാസികൾ നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള പറയുന്നു. അവിടെ അവർക്ക് പഴങ്ങളുണ്ട്. ഫാകിഹത്തുൻ, അവർ ആവശ്യപ്പെടുന്ന എന്തും ഉണ്ടായിരിക്കും. വലഹും മാ യദ്ദഊൻ, അവർ ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന എല്ലാം അവർക്കുണ്ടായിരിക്കും. ഇവിടെ അല്ലാഹു തആല സ്വർഗീയ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ നൽകുന്ന പഴങ്ങൾ അവർക്ക് പ്രത്യേകമായ അനുഗ്രഹമായി നൽകുമെന്ന് എടുത്തു പറയുകയാണ്. അല്ലാഹു തആല സൂറത്തുർ റഹ്മാനിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പ്രത്യേകം അല്ലാഹു തആല എടുത്തു പറയുന്നതാണ്. അവിടെ റുമ്മാനിന്റെ, ഈന്തപ്പഴത്തിന്റെ, ഇതിന്റെ എല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല സ്വർഗവാസികൾക്ക് നൽകുമെന്ന് അല്ലാഹു തആല പ്രത്യേകമായി സ്വർഗീയ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ അവിടുത്തെ പഴങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ വാഖിയയിലും അല്ലാഹു തആല സ്വർഗവാസികൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ വഫാകിഹത്തുൻ കസീറ ലാ മഖ്തുഅത്തിൻ വലാ മംനൂഅ അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിൻ മൻദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തുഅത്തിൻ വലാ മംനൂഅ. പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞു, ധാരാളം പഴങ്ങൾ ഉണ്ടായിരിക്കും. അത് ഒരു കാലത്തും അവസാനിക്കാത്തതും തടയപ്പെടാത്തതുമായ ലാ മഖ്തുഅത്തിൻ വലാ മംനൂഅ, ധാരാളം പഴങ്ങൾ സ്വർഗവാസികൾ ഉണ്ടായിരിക്കും. അല്ലാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞു. പല സ്ഥലത്തും അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്, യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ, അവർക്ക് ധാരാളം പഴങ്ങൾ അതിലേക്ക് അവർ ക്ഷണിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ തങ്ങൾ പറയും സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച്. ഞങ്ങൾ പറഞ്ഞു, ഒരു സ്വർഗീയ മുന്തിരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിന്റെ ഉമ്മ, ഒരു സഹാബിയോട് പറഞ്ഞു, നിന്റെ ഉമ്മ ഒരു ആടിനെ അറുക്കുകയും അതിന്റെ തോല് കൊണ്ട് തൊൽസഞ്ചി ഉണ്ടാക്കുകയും ചെയ്താൽ ആ സ്വർഗത്തിലെ ഒരു മുന്തിരിയുടെ ചാറ് നിറയ്ക്കാൻ സാധിക്കും. അത്രയും വലിയ മുന്തിരി ആയിരിക്കും അള്ളാഹു സ്വർഗത്തിൽ നൽകുന്നത്. ഒരു അറാബിയ സഹാബി നബി സ്വർഗത്തിലെ വൃക്ഷങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു വൃക്ഷത്തെ പറ്റി പറയുന്നല്ലോ, ആ വൃക്ഷമാണെങ്കിൽ ദുന്യാവിൽ അതിന് മുള്ളുള്ള വൃക്ഷമാണ്. മുള്ളുള്ള വൃക്ഷം സ്വർഗത്തിൽ ഉണ്ടാകുമോ? ഉപദ്രവവും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമല്ലേ സ്വർഗം? ഇസ്ലാം പറഞ്ഞു ആ വൃക്ഷം സ്വർഗത്തിൽ ഉണ്ടാകും. പക്ഷെ അതിന്റെ മുള്ളിന്റെ സ്ഥലത്ത് അല്ലാഹു തആല പഴങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത്. ദുന്യാവിൽ അതിന് മുള്ളാണ്, എന്നാൽ സ്വർഗത്തിൽ ആ മുള്ളിന്റെ സ്ഥലത്ത് പഴങ്ങളായിരിക്കും. ഒരിക്കൽ താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ നമസ്കാരത്തിനിടയിൽ കൈനീട്ടുകയുണ്ടായി. സഹാബകൾ നബി ഇതുവരെ കാണാത്തൊരു കാര്യം, അത്ഭുതകരമായ കാര്യം താങ്കൾ കണ്ടല്ലോ. നമസ്കാരത്തിന് തങ്ങൾ കൈ ഇങ്ങനെ മുന്നിലേക്ക് നീട്ടുന്നത് കണ്ടല്ലോ. സഹാബാക്കളുടെ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗം എന്റെ മുന്നിൽ കാണിക്കപ്പെട്ടു, അതിലെ പഴങ്ങൾ എന്റെ മുന്നിൽ കാണിക്കപ്പെട്ടു, അതിലെ മുന്തിരികൾ എന്റെ മുന്നിൽ കാണിക്കപ്പെട്ടു. അപ്പൊ ഞാനത് പറിച്ചെടുക്കാൻ വേണ്ടി എന്നെ കൈ നീട്ടിയതാണ്. പിന്നെ ഞാൻ പിറകിലേക്ക് വലിക്കുകയുണ്ടായി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ മുന്നിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ, അതിലെ പഴങ്ങളെല്ലാം കാണിക്കപ്പെട്ടു. സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് പഴങ്ങൾ. മനുഷ്യന്റെ ആഗ്രഹമാണ്. അപ്പൊ അത് അള്ളാഹു നൽകും. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. പിന്നെ വലഹും മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നെല്ലാം ഉണ്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, അവർ ആവശ്യപ്പെടുന്നെല്ലാം. ഇവിടെ യദ്ദഊൻ എന്ന് ഉപയോഗിച്ച് എന്നതിന് പകരം യസ്അലൂൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. അവർ ചോദിക്കുന്ന എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ യസ്അലു എന്ന് പറഞ്ഞാൽ അതിൽ ചില ത്യാഗവും പ്രയാസവും എല്ലാം ഉൾപ്പെടുന്ന ഒരു വാക്കാണ് യസ്അലൂൻ. ആ ചോദ്യത്തിൽ യദ്ദഊൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സ്വർഗത്തിൽ അവർ ആഗ്രഹിക്കുന്ന എല്ലാം ലഭിക്കും. വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ, അവർ നഫ്സ് ആഗ്രഹിക്കുന്ന
വമാ തശ്തഹീഹിൽ അൻഫുസ്, നഫ്സ് ആഗ്രഹിക്കുന്ന എല്ലാം അവിടെ ലഭിക്കും. ഏത് കാര്യം ആഗ്രഹിച്ചാൽ ലഭിക്കും. ഒരു സഹാബി ചോദിച്ചു, നബിയെ, സ്വർഗത്തിൽ കുതിരയുണ്ടാകുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ യാക്കൂത്തിനാൽ, മരതകത്താലുള്ള കുതിരയുണ്ടാകും. അത് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലാഹ് അതിന് ചിറക് നൽകും, അത് നിന്നെ കൊണ്ട് പറന്ന് സഞ്ചരിക്കുകയും ചെയ്യും. ഒരു സഹാബി ചോദിച്ചു, സ്വർഗത്തിൽ ഒട്ടകമുണ്ടാകുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഒട്ടകമുണ്ടാകും. ഹദീസിൽ വരുന്നുണ്ട്, സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ ഒരു സ്വർഗവാസി ചോദിക്കും, അല്ലാഹു, എനിക്ക് കൃഷി ചെയ്യണം. ഏതെങ്കിലും ഗ്രാമവാസിയായ സ്വർഗത്തിലെ മുഅ്മിനായ അടിമയായിരിക്കാം. അല്ലാഹു തആല തിരിച്ചു ചോദിക്കും, എന്റെ പരിശുദ്ധമായ സ്വർഗം പരിശുദ്ധമായ ഭൂമിയാണ്, ഈ ഭൂമിയിൽ കൃഷി ചെയ്യണമോ? അല്ലാഹു, എന്റെ ആഗ്രഹമാണ്, എങ്കിൽ നീ കൃഷി ചെയ്തു കൊള്ളുക. പക്ഷേ സ്വർഗമാണ്, ദുന്യാവിന്റെ ലോകമല്ല. കൃഷി ചെയ്യും, ഉടൻ തന്നെ അവന്റെ കൺമുമ്പിൽ അത് മുളച്ച് അത് പഴമായി അവനുടൻ തന്നെ കഴിയും. എല്ലാ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അത് മരമാവുകയും പഴമാവുകയും അത് കഴിക്കുകയും ചെയ്യും. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകും. അതെന്ത് ആഗ്രഹിച്ചാലും അതെല്ലാം നൽകപ്പെടും. മാത്രമല്ല, അവിടെ ആഗ്രഹിപ്പിക്കപ്പെടും അവന്, സ്വർഗവാസി ആഗ്രഹിപ്പിക്കപ്പെടും. ചില റിവായത്തിൽ വരുന്നുണ്ട്, ഒരു പക്ഷി അത് പറന്നു പോകുമ്പോൾ അതിന്റെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കും. കാരണം സ്വർഗം എന്നുള്ളത് കുദറത്തിന്റെ ലോകമാണ്. അസ്ബാബിന്റെ, നമ്മൾ ദുന്യാവിൽ കാണുന്നത് പോലെ ദുന്യാവിന്റെ കണ്ണുകൊണ്ട് ചിന്ത കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന സ്ഥലമല്ല. അവിടെ തങ്ങൾ പറഞ്ഞത്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിനെല്ലാം അപ്പുറത്തുള്ള അനുഗ്രഹമാണ് സ്വർഗത്തിൽ തയ്യാറാക്കി. ഈ ലോകത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. സ്വർഗത്തിൽ ഒരു പക്ഷി പറന്നു പോകുമ്പോൾ അവൻ ആഗ്രഹിക്കും അതിന്റെ മാംസം കഴിക്കാൻ വേണ്ടി. പക്ഷി പറന്നു പോകും, അതിന്റെ മാംസം അവന് മുന്നിൽ കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ മുന്നിൽ വരികയും ചെയ്യും. അല്ലാഹു തആല എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കും. ലഹും ഫീഹാ ഫാകിഹതുൻ വലഹും മാ യദ്ഊൻ. അവിടെ അവർക്ക് പഴങ്ങളുണ്ട്, അവർ ആവശ്യപ്പെടുന്ന എല്ലാം ഉണ്ടായിരിക്കും, അവർ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകും. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം. ഏറ്റവും വലിയ കാരുണ്യവാനായ പരിപാലകന്റെ ഭാഗത്തുനിന്നും അള്ളാഹുവിന്റെ ഭാഗത്തും സലാം പറയപ്പെടുന്നതുമാണ്. ഈ ബാഹ്യമായ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അള്ളാഹു തആല അവസാനം പറയുകയാണ്, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം. ഏറ്റവും വലിയ കാരുണ്യവാനായ പരിപാലകനായ അള്ളാഹുവിന്റെ ഭാഗത്ത് സലാമും സ്വർഗവാസികൾക്ക് അറിയിക്കപ്പെടുന്നതാണ്. സ്വർഗത്തിന്റെ ഏറ്റവും വരുന്ന അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് സലാം കേൾക്കുക, അള്ളാഹു സലാം പറയുക എന്നുള്ളത്. അല്ലെങ്കിൽ സലാം, ചില തഫ്സീറിൽ സലാം അവിടെ സമാധാനമാണ്. അവിടെ അമലുകളോ പരിശ്രമങ്ങളോ ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനമോ ഒരു ദുആ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ സമാധാനം, എപ്പോഴും സമാധാനമാണ്. സ്വർഗത്തിൽ സലാം ഒന്ന്, പരസ്പരം മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ പരസ്പരം സലാം പറയും. പരസ്പരം സലാം കേൾക്കുന്നത് ഒന്ന് സ്വർഗവാസികളായ മുഅ്മിനീങ്ങളിൽ നിന്ന്. ഇല്ലാ ഖീലൻ സലാമൻ സലാമ. പരസ്പരം കണ്ടുമുട്ടുമ്പോഴെല്ലാം സലാം, അഭിവാദ്യങ്ങൾ അറിയിക്കും മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ. അതുകൊണ്ടാണ് ഹദീസിൽ സലാം എന്നുള്ളത് മുഅ്മിനീങ്ങൾ പരസ്പരം ദുന്യാവിലും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ്. ധാരാളം നന്മകൾ സമ്പാദിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു അമലാണ്. അഫ്ശുസ്സലാം വത്ഇമുത് തആം സല്ലു ബില്ലൈൽ വന്നാസു നിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മദീനക്ക നബി ആദ്യം പറഞ്ഞ നബി തങ്ങളുടെ വാക്കുകളാണ്, അഫ്ശുസ്സലാം, സലാമിന് നിങ്ങൾ പരത്തിൻ, നിങ്ങൾ വ്യാപിപ്പിക്കിൻ. വത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷിപ്പിക്കിൻ. സല്ലു ബില്ലൈൽ, രാത്രി നമസ്കരിക്കിൻ. വന്നാസ് നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ രാത്രി നമസ്കരിക്കിൻ. തദ്ഖുൽ ജന്നത ബിസ്സലാം, എങ്കിൽ സലാമോടുകൂടി സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കും. സലാം പറയുക എന്നുള്ളത് വലിയൊരു അമലാണ്. പരസ്പരം മുസ്ലിമീങ്ങൾ, അബ്ദുല്ലാഹ് ഉമർ റളിയല്ലാഹു തആല സഹാബാക്കൾ കമ്പോളങ്ങളിൽ പോയി സലാം മാത്രം പറയാൻ വേണ്ടി കമ്പോളങ്ങളിൽ പോകുമായിരുന്നു.
അടിമ ചോദിച്ചു, താങ്കൾ എന്തിനാണ് കമ്പോളത്തിൽ പോയത്? ഒരു കടയിലും കയറിയില്ല, ഒരാളോട് സംസാരിച്ചതുമില്ല, ഒന്നും വാങ്ങിച്ചതുമില്ല, വിറ്റതുമില്ല. അദ്ദേഹം പറഞ്ഞു, കമ്പോളത്തിൽ ധാരാളം മുസ്ലിമീങ്ങളുണ്ട്, അവരോട് സലാം പറയാൻ വേണ്ടി പോയതാണ്. സഹാബാക്കൾ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കിടയിൽ രണ്ട് സഹാബാക്കൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു മരം വന്നു. അപ്പുറത്ത് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറയുമായിരുന്നു. അത്രയധികം സലാം പറയുമായിരുന്നു. അതുകൊണ്ട് സ്വർഗവാസികൾ, ഒന്നാമത് സ്വർഗത്തിൽ സലാം സ്വർഗവാസികൾ തമ്മിലുള്ള ഇല്ല അഖീലൻ സലാമൻ സലാമ. രണ്ടാമത്തെ സലാം സ്വർഗത്തിൽ ലഭിക്കും മലക്കളിൽ നിന്നാണ്. സലാമുൻ അലൈക്കും ബിമാ സബർത്തും വസീഖ الذين اتقوا ربهم الى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. سلام عليكم طبتم فادخلوها خالدين ادخلوا عليه من كل باب. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തും അല്ലാഹു പറയുന്നുണ്ട്, മലക്കുകൾ സ്വർഗത്തിൽ അവരുടെ മേൽ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിന് പകരം സലാം, സലാമുൻ അലൈക്കും തിബുത്തും. ഇങ്ങനെ പല നിലയിലും എല്ലാ വാതുക്കൾ കൂടി സ്വർഗവാസികളിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയും അവർക്ക് സലാം അറിയിക്കുകയും ചെയ്യും. മൂന്നാമത്തെ സലാം, അത് ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഹദീസിൽ വരുന്നുണ്ട്, ബൈന അഹ്ലിൽ ജന്ന ഫീ നഈമിഹിം. സ്വർഗവാസികൾ അവരുടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ മുഴുകി കഴിഞ്ഞുകൂടുമ്പോൾ അവരിലേക്ക് ഒരു പ്രകാശം വെളിപ്പെടും. അങ്ങനെ അവരെല്ലാം അവരുടെ തലകൾ ഉയർത്തി നോക്കും. അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടും. അള്ളാഹു അവരുടെ മേൽ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന, സ്വർഗവാസികളുടെ അടിമകളെ, നിങ്ങൾക്ക് എന്റെ സലാം, അള്ളാഹുവിന്റെ സലാം അറിയിക്കും. സ്വർഗവാസികൾ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ബാക്കിയുള്ള അവരുടെ അനുഗ്രഹങ്ങൾ മറന്ന് അള്ളാഹുവിന്റെ സലാം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യും. എത്ര ആനന്ദകരമായ സമയമായിരിക്കും സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കുക. നമ്മൾ പല സലാമും ദുന്യാവിൽ കേട്ടവരാണ്, പല ശബ്ദവും ദുന്യാവിൽ കേട്ടവരാണ്. പല സുന്ദരമായ ശബ്ദവും നല്ല സുന്ദരമായ ആനന്ദകരമായ ശബ്ദത്തിലുള്ള ഖുർആനിന്റെ തിലാവത്തും ഇതെല്ലാം നമ്മൾ കേട്ടവരാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമകൾ സൃഷ്ടിച്ചവരാണ് അള്ളാഹു തആല. ദാവൂദ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ കിതാബ് സബൂർ പാരായണം ചെയ്യുമ്പോൾ പക്ഷികളും പർവ്വതങ്ങളും കൂട്ടത്തിൽ അദ്ദേഹത്തിൽ അത് ലയിക്കുമായിരുന്നു, അത്ര നല്ല ശബ്ദമായിരുന്നു. ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ശബ്ദം എത്ര സുന്ദരവും എത്ര ആനന്ദകരവുമായിരിക്കും. അള്ളാഹുവിൽ നിന്ന് സലാം കേൾക്കുന്ന സമയം അത് എത്ര രസമായിരിക്കും. അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും സുന്ദരമായ ശബ്ദത്തിൽ അള്ളാഹുവിൽ നിന്ന് സലാം കേൾക്കുന്ന സമയം. സ്വർഗത്തിലാണ് ഈ അനുഗ്രഹം ആവശ്യരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നേരിട്ട് സലാം അള്ളാഹുവിൽ നിന്ന് അവന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്ന സമയം അത് ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലെ അനുഗ്രഹമാണ്. അത് സ്വർഗത്തിലാണുള്ളത്. ദുന്യാവിൽ സലാം അറിയിക്കപ്പെട്ടിട്ടുണ്ട് ചില വ്യക്തികളോട്, അള്ളാഹ് ഇഷ്ടപ്പെട്ട ചില വ്യക്തികളോട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഈ മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി അള്ളാഹു സലാം അറിയിക്കപ്പെട്ടത് ഒരു സ്ത്രീയോടാണ്. സ്ത്രീയുടെ മഹത്വമാണ്. സ്ത്രീ പുരുഷന്മാരുണ്ട് ശ്രേഷ്ഠരാണ്, പക്ഷെ ആദ്യം അള്ളാഹുവിന്റെ ഭാഗത്ത് സലാം അറിയിക്കപ്പെട്ടത് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹു സലാം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ സലാം കേൾക്കുക അത് സ്വർഗത്തിലാണ്. സലാം അറിയിക്കപ്പെട്ടിട്ടുണ്ട് പല വ്യക്തികളോടും. അതുപോലെ മുഅ്മിന്റെ മരണസമയം ഹദീസിൽ വരുന്നുണ്ട്. മുഅ്മിന്റെ മരണസമയം മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വരുമ്പോൾ പറയും, അസ്സലാമു അലൈക യാ വലിയല്ലാഹ് അല്ലാഹു യുക്രിയുക അസ്സലാം. അള്ളാഹുവിന്റെ സ്നേഹിത, എന്റെ സലാമുണ്ട്, അള്ളാഹു നിന്നോട് സലാം പറയാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കുകയുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സലാമുണ്ട് ഇതിന്റെ മേൽ. ദുന്യാവിൽ സലാം അറിയിക്കപ്പെടും അള്ളാഹുവിന്റെ, പക്ഷേ സ്വർഗത്തിൽ അതിന്റെ പ്രത്യേകത സലാം അള്ളാഹുവിൽ നേരിട്ട് അള്ളാഹു സലാം പറയുന്നത് കേൾക്കാൻ സാധിക്കും. അത് ഏറ്റവും ഉയർന്ന അനുഗ്രഹമാണ്. അതാണ് അള്ളാഹു തആല പറയുന്നത്. അവസാനം സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അവസാനം പറയുന്ന അള്ളാഹു തആല, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം. ഏറ്റവും വലിയ കാരുണ്യവാനായ പരിപാലകനായ അള്ളാഹുവിന്റെ ഭാഗത്തും സലാം അറിയിക്കപ്പെടുന്നതുമാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആന്റെ ഈ ഭാഗത്ത് സൂറത്ത് യാസീന്റെ ഭാഗത്ത് വളരെ ഭംഗിയായി അള്ളാഹു തആല സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചുരുങ്ങിയ ആയത്തിൽ വലിയ വലിയ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ്. അതിന്റെ മുഅ്മിന്റെ കൺമുമ്പിൽ എപ്പോഴും ഈ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടാണ്. എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്ത് യാസീൻ. എല്ലാ ദിവസവും എല്ലാ സമയം സ്വർഗീയ അനുഗ്രഹങ്ങൾ അവന് മുന്നിൽ ഓർമ്മയുണ്ടാകണം. ഈമാന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. സഹാബാക്കൾ അവരുടെ ഉണർച്ചയിലും രാവിലെയും പകലും
രാത്രിയും എല്ലാം അവരുടെ മുന്നിൽ ഓർമ്മയുണ്ടായിരുന്നു. ഹാരിസ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം പ്രഭാതത്തിൽ വന്നപ്പോൾ അതിങ്ങനെ പള്ളി തലകുനിച്ചിരിക്കാൻ നബി തങ്ങൾ അദ്ദേഹത്തെ തട്ടി വിളിച്ച് തങ്ങൾ ചോദിച്ചു, കൈഫ അസ്ബഹ്ത യാ ഹാരിസ, ഹാരിസ ഇന്നത്തെ പ്രഭാതം എങ്ങനെയാണ്? അസ്ബഹ്തു മുഅ്മിനൻ ഹഖ, ഞാൻ മുഅ്മിനായിട്ട് പ്രഭാതത്തിലായത്. ഒരു കുല്ലി കലിമത്തിൻ ഹഖീഖ, ഹാരിസ എല്ലാ വാക്കുകൾക്കും ഒരു യാഥാർത്ഥ്യമുണ്ട്. നീ മുഅ്മിനാണെന്ന് പറഞ്ഞതിന്റെ അടയാളം എന്താ? അപ്പൊ അദ്ദേഹം നബിയോട് പറഞ്ഞു, ഞാൻ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ എന്റെ അവസ്ഥ കഅന്നി അൻദുറു ഇലാ അർശി റബ്ബി, ഞാൻ അള്ളാഹുവിന്റെ അർശിനെ എന്റെ മുന്നിൽ കാണുന്ന പോലെ. വഇലാ അഹ്ലിൽ ജന്നത്തി വഹും യതസാവറൂന ഫീഹാ, അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞ്, സ്വർഗവും സ്വർഗീയ അനുഗ്രഹങ്ങളും സ്വർഗവാസികൾ പരസ്പരം സന്ദർശിക്കുന്ന അവസ്ഥയെല്ലാം അതിന്റെ ശബ്ദവുമല്ല ഞാൻ പരസ്പരം കേൾക്കുന്നത് പോലെ എന്റെ കൺമുമ്പിൽ കാണുന്നത് പോലെയാണ് പ്രഭാതത്തിലായത്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രകാശമുണ്ടെന്ന് എന്നെ മുറുകെ പിടിച്ചുകൊള്ളുക. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഉറക്കത്തിൽ ഉണരുമ്പോൾ, രാവിലെ ഉണരുമ്പോൾ അദ്ദേഹം പറയും, ദുആ ചെയ്യുമെന്ന്, അല്ലാഹുവേ, ഇന്ന് എന്റെ ലക്ഷ്യം നിന്റെ സ്വർഗവും അതിന്റെ അനുഗ്രഹങ്ങളും മാത്രമാണ്, നീ എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ റബിയ എന്ന സേവകൻ, 16-17 വയസ്സ് ചെറുപ്പക്കാരൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രാവശ്യം രാത്രി, നല്ല തണുപ്പുള്ള രാത്രി, തങ്ങൾ തഹജ്ജുദിന് എണീറ്റപ്പോൾ തങ്ങൾക്കുള്ള മിസ്വാക്കും മുസല്ലയും വെള്ളവുമായി ഖിദ്മത്തിനായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ താല്പര്യവും സ്നേഹവും തോന്നി. തങ്ങൾ പറഞ്ഞു, റബിയ, നിനക്ക് എന്താണ് ആഗ്രഹം, നീ പറയും, ഞാൻ ദുആ ചെയ്യാം. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, അല്ലാഹു നബിയെ, എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യുന്നത് താങ്കളുടെ കൂട്ടത്തിൽ താങ്കളുടെ സ്നേഹിതനെ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി ദുആ ചെയ്യും. സഹാബാക്കളുടെ മുമ്പിൽ എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ചിന്ത സ്വർഗീയ അനുഗ്രഹങ്ങൾ, എങ്ങനെയും സ്വർഗത്തിൽ പ്രവേശിക്കണം. അതുകൊണ്ട് നിത്യേന ഓതേണ്ട സൂറത്താണ് സൂറത്ത് യാസീൻ. ഇതിൽ അല്ലാഹു തആല സ്വർഗത്തെ വളരെ ഭംഗിയായി ഒരുക്കുന്നത്. മുഅ്മിന്റെ കൺമുമ്പിൽ അവന്റെ സ്വപ്നം എപ്പോഴും ആഗ്രഹം ഇതായിരിക്കും, ഈ സ്വർഗീയ ലോകത്തിലേക്ക് എത്തിച്ചേരണം, എപ്പോഴും അവന് മുമ്പിൽ ഉണ്ടാകണം. അവന്റെ പകലിലും രാത്രിയിലും അവന്റെ ഉണർച്ചയിലും എല്ലാ സമയത്തും സ്വർഗം ലക്ഷ്യമാക്കി നമ്മുടെ മുന്നിൽ ജീവിക്കുന്നവരായിത്തീരുന്നു. സഹാബാക്കളുടെ അവസ്ഥയിലായിരുന്നു. അല്ലാഹു വളരെ ഭംഗിയായി വിവരിക്കുക. സമയത്തര ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ഇവിടെ അവസാനിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. ഒന്ന് ഓദിക്കുക ഇൻഷാ അല്ലാഹ്. നല്ല കേൾക്കുന്ന ക്ലാസ് എടുക്കുന്നവർക്കും ഉഷാർ കിട്ടണമെങ്കിൽ കേൾക്കുന്നുണ്ട് മനസ്സിലാവണ്ടേ. അപ്പൊ ഞാൻ ഒരായത്ത് ഓതാം, ബാക്കി നിങ്ങൾ ഇൻഷാ അല്ലാഹ് മ്യൂട്ട് ഒഴിവാക്കിയിട്ട് ഓദിക്കും, കേട്ടോട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. ഓദിക്കോ? ക്ലാസ് കേൾക്കുന്നത് മനസ്സിലാവണ്ടേ, അത് പറഞ്ഞു നോക്കുക മാത്രമേ. ഖുർആൻ ഏതാ കയ്യിലുണ്ടോ? ഓദിക്കോ, ഒരുമിച്ച് ഓദിക്കും, എല്ലാവരും ഓദിക്കും, കുഴപ്പമില്ല. ഓരോരുത്തരും ഒരുമിച്ച് ഓദിക്കും. ഞാൻ ഒന്നുകൂടി ഓതാം. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. إن أصحاب الجنة اليوم في شغل فاكهون. إن أصحاب الجنة اليوم في شغل فاكهون. ഒരാളുടെ ശബ്ദമല്ല കേൾക്കണോട് തന്നെ. هم وأزواجه في ظلال على الأرائك متكئون. هم وأزواجهم في ظلال على الأرائك متكئون. لهم فيها فاكهة ولهم ما يدعون. لهم فيها فاكهة ولهم ما يدعون. سلام قولا من رب رحيم. سلام قولا من رب رحيم. ജസാക്കല്ലാഹ് ഖൈർ. ഇന്ന് നമ്മൾ ഈ സ്വർഗത്തെ കുറിച്ചുള്ള കുറച്ച് ആയത്തുകൾ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചോളൂ. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഉംദാദുൽ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅ്ഹദു ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ തുടങ്ങുന്ന ആയത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ നിത്യമായി ഓതുന്ന സൂറത്തായതിന്റെ പേരിൽ നല്ല നിലയ്ക്ക് ഇതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഓതുമ്പോൾ അതിന്റെ രസമൊക്കെ അനുഭവിച്ച് ഓതാൻ സാധിക്കും. അല്ലാഹു തആല നല്ല നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി ബിഹംദിക്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.